ഹരിയോടൊപ്പം എന്ന സോഷ്യൽ മീഡിയ സീരീസിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ജീവിതത്തിൽ നോക്കുമ്പോൾ ചിലർ എന്തൊക്കെ ചെയ്താലും രക്ഷപ്പെടാത്തവരായാണ് കാണുന്നത്, അതിൽ പരാജയപ്പെടുന്നതായിട്ട്. എന്നാൽ ചിലരാകട്ടെ എന്ത് ചെയ്താലും വിജയിക്കുന്നത്. അതിനൊക്കെ നമ്മൾ ചിലപ്പോൾ സമയദോഷം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ ഈ സമയദോഷത്തിലൊക്കെ? സമയദോഷത്തിൽ കാര്യമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. ഇത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ചില ആളുകൾ എന്ത് ചെയ്താലും അവർക്ക് ഗുണമുള്ള സമയത്ത് അല്ലെങ്കിൽ നല്ലുള്ള സമയത്തായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. അതൊരു സമയം തന്നെയാണ്. കാരണം ചിലർ എന്തെങ്കിലും ഉൽപ്പന്നം വാങ്ങി വിൽക്കാൻ നോക്കിയാൽ അവർ വാങ്ങുന്ന സമയത്ത് വില കുറവായിരിക്കും. ഒരു ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് വില കൂടും, അവർക്ക് അതൊരു ഗുണമുണ്ടാകും. എന്നാൽ ചില ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ വില കുറഞ്ഞു എന്ന് തോന്നി, അല്ലെങ്കിൽ ഇപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ നന്നാവുമെന്ന് വിചാരിച്ച് വാങ്ങി പിറ്റേ ദിവസം നോക്കുമ്പോൾ വില അതിഭീകരമായിട്ട് താഴേക്ക് പോകും. ഇത് സമയദോഷം കൊണ്ടാണോ, അത് ഈ സമയത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണോ, അത് ഓരോ വ്യക്തിപരമായിട്ട് ഓരോരുത്തരെയും നാളിൻ്റെയോ നക്ഷത്രത്തിൻ്റെ ദോഷം കൊണ്ടാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ ഇതിലൊക്കെ പ്രസക്തി ഇല്ല എന്ന് നമുക്ക് ചിലപ്പോൾ പറയാൻ കഴിയുമെന്ന് വരില്ല. പക്ഷേ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു ശാസ്ത്രീയത നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്തുമാത്രം പഠനങ്ങൾ നമ്മുടെ പ്രവൃത്തിയിൽ വരുന്നുണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ്. ചില ആളുകൾ നന്നായി കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ചിലർ എന്ത് ചെയ്താലും അവർക്ക് വളരെയധികം ഗുണമുണ്ടാവുന്നുണ്ട്. ഞാൻ ചെയ്തിട്ട് അത് നന്നാവുന്നില്ല. ഇങ്ങനെയുള്ള സമയത്ത് സത്യത്തിൽ അവിടെയാണ് ഞാൻ ചെയ്തതും അവർ ചെയ്തതും തമ്മിലുള്ള കമ്പാരിസൺസിൻ്റെ, അല്ലെങ്കിൽ ചെയ്ത രീതികളുടെ, പെരുമാറ്റങ്ങളുടെ, കസ്റ്റമറോ അല്ലെങ്കിൽ നമ്മൾ ആരോട് ചെയ്തോ അവരോടുള്ള നമ്മുടെ ബിഹേവിയറിൻ്റെ, ഇങ്ങനെ പലതരത്തിൽ നമ്മളുടെ തെറ്റും വേറൊരാളുടെ ശരിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺസ് നമുക്ക് കിട്ടുന്ന ഒരവസരം. ആ കമ്പാരിസൺസ് നമ്മൾ എടുക്കുമ്പോൾ എന്താണ്, നമുക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്, ആ ആൾക്കും ചിലപ്പോൾ ചില അബദ്ധങ്ങൾ ചെയ്ത രീതിയിൽ പറ്റിയിട്ടുണ്ടാവും. നമ്മളവിടെ ഈ പഠനത്തിനല്ല നമ്മൾ സമയം ഉപയോഗിക്കുക, നമ്മൾ വിധിക്ക് വേണ്ടി നമ്മളെ വിട്ടുകളയുക. എന്നിട്ട് വീണ്ടും അയാൾ ചെയ്തത് കണ്ട് വീണ്ടും നമ്മൾ അടുത്തത് ചെയ്യുക. പലപ്പോഴും പല കാര്യങ്ങളും ഇന്ന് സമൂഹത്തിലുള്ളവർ ചെയ്യുന്നത് എന്താണ്, വേറൊരാൾ ചെയ്യുന്നത് കാണുമ്പോൾ അത് ഇത്രയുള്ളോ, അത് എനിക്കിതിലും ഭംഗിയായി ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങി അവരെ പോലെ അല്ലെങ്കിൽ അവരെക്കാളും വലുതായി ആവാൻ വേണ്ടി ശ്രമിക്കുക. അംബാനി ഇത് ചെയ്തു, നന്നായി, അതുകൊണ്ട് വേറൊന്നും എനിക്കും അംബാനിയെ പോലെ ആവാൻ പറ്റും, ഞാനും അംബാനിയും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് വെച്ച് ഞാൻ ഇറങ്ങുമ്പോൾ, അംബാനി ചിന്തിച്ച വഴികൾ കൂടെ, അംബാനി ഒരു കച്ചവടം ചെയ്തപ്പോൾ ഉള്ള സമയത്ത് അദ്ദേഹം ഉപയോഗിച്ച കാഴ്ചപ്പാടുകൾ, അദ്ദേഹം ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച മാർഗ്ഗങ്ങൾ, ഇങ്ങനെ പലതരത്തിലും അദ്ദേഹം ഉപയോഗിച്ച ബ്രെയിൻ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ഇതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യമാണെന്ന് വിചാരിച്ച് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ ഞാനവിടെ വിജയത്തിലാണോ പരാജയത്തിലാണോ പോവുക? അംബാനിയുടെ സമയം വളരെ നല്ലതാണ്. അദ്ദേഹം അതുകൊണ്ട് എന്തിൽ തൊട്ടാലും അത് പൊന്നു വിളയും എന്ന് നമ്മൾ പറയും. ഞാൻ പക്ഷേ എന്ത് തൊട്ടാലും കാര്യമില്ല, അത് നാശം ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനപ്പോൾ എന്താ ചെയ്യുക? ഞാൻ ചെയ്യാതിരിക്കും. ഞാൻ മറ്റേയാളുടെ ദോഷങ്ങളെ ഞാൻ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ ചെയ്ത നല്ല രീതികളെ, പ്രവർത്തികളെ ഞാൻ എത്ര ശതമാനം ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പഠിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം എൻ്റേതായിട്ടുള്ള രീതിയിൽ അതിനെ ഞാൻ മുമ്പോട്ട് പോയാൽ എനിക്ക് എവിടെ അബദ്ധം പറ്റിയെന്ന് എനിക്ക് സ്വയം മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. നേരെ തിരിച്ച് തൊട്ടപ്പുറം ഒരു ഹോട്ടൽ വരുന്നു. ആ ഹോട്ടൽ വരുമ്പോൾ അവിടെ നല്ല ജനമുണ്ട്. ആ ജനം കാണുമ്പോഴേ ഇവിടെ ഞാനൊരു ഹോട്ടൽ തുറന്നു, അതിനേക്കാളും കൂടുതൽ എനിക്ക് വരും എന്ന് പറഞ്ഞ് തൊട്ടിപ്പുറം ഞാൻ വേറെ ഹോട്ടൽ തുടങ്ങുകയാണ്. ഇപ്പുറം ഞാൻ ഹോട്ടൽ തുടങ്ങിയെന്ന് വെച്ച് ഞാൻ വിജയിക്കണമെന്നില്ല. കാരണം ഒരു ഹോട്ടൽ തുടങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ അംഗങ്ങളും ജീവനക്കാരും കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയും വൃത്തിയും, ഇങ്ങനെ പല ഘടകങ്ങൾ നോക്കിയിട്ട് അദ്ദേഹം ഒരു കട അപ്പുറം നടത്തുന്നുണ്ട്, അവിടെ നല്ല ആൾ കയറി. ഇത് കണ്ടിട്ട് പുറമേ കാണുന്ന കാര്യങ്ങൾ, അവിടെ വച്ചിരിക്കുന്ന ലൈറ്റിനേക്കാളും കൂടുതൽ ലൈറ്റ് ഞാനവിടെ വെച്ചു, കൂടുതൽ വില കൂടിയ ഫർണിച്ചറുകൾ ഞാൻ വെച്ചു. പക്ഷേ സർവീസ് ചെയ്യാനുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്യാനും എനിക്കറിയില്ല. നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരെ എനിക്ക് ട്രെയിൻ ചെയ്യാനും കഴിയുന്നില്ല. കൊടുക്കുന്ന ആദ്യത്തെ ദിവസം തന്നെ ഭക്ഷണം കഴിച്ചവർ ഇഷ്ടപ്പെട്ടില്ല, അവർ തിരിച്ചിറങ്ങിപ്പോയി. ഞാൻ പരാജയപ്പെട്ടു, അയാൾ വീണ്ടും വിജയിച്ചു. എൻ്റെ സമയദോഷം, അയാളുടെ നല്ല സമയം. ഇത്തരത്തിൽ നമ്മൾ എന്തിലിറങ്ങുമ്പോൾ നമ്മളൊരു കമ്പാരിസൺ ചെയ്യുന്നത് വേറൊന്നിനെ കണ്ടിട്ട് അതുപോലെ ആവാൻ ശ്രമിക്കുന്നതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ദോഷങ്ങളിലൊന്ന്. നമ്മുടേതായിട്ടുള്ള യുണീക് മേഖല, വേറൊരാൾ എന്തുകൊണ്ട് വിജയിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ അയാളുടെ ചിന്തയാണ് അയാളുടെ യുണീക്ക്നെസ്. ആ ചിന്തയിൽ അയാൾ വളരെ യുണീക്കായിരുന്നു.
അയാൾ കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധത്തോടു കൂടിയാണ് പ്രവർത്തിച്ചത്. അയാൾക്കും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടാവും, പക്ഷേ ആ അബദ്ധങ്ങളെ മുഴുവൻ അയാൾ സുബദ്ധങ്ങളാക്കിയിട്ടുണ്ട്. അയാളുടെ പ്രവൃത്തി കൊണ്ട് അയാൾ കൂടുതൽ നേട്ടം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത എഫേർട്ട് കൊണ്ടാണ്. ആ എഫേർട്ട് എൻ്റെ എഫേർട്ടും തമ്മിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നു. എനിക്ക് മാറാനുണ്ട്. ഞാൻ ആ രീതി ഞാൻ ചെയ്തില്ല, ഈ രീതി ഞാൻ ചെയ്തില്ല, അതും കൂടി എനിക്ക് അഡോപ്റ്റ് ചെയ്യണം. എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു യുണീക്ക് കോൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. അവർ ചെയ്ത പോലെ ചെയ്യാൻ അവരല്ല ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു യുണീക്ക് കഴിവിനെ ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഞാൻ ആ കോൺസെപ്റ്റിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഞാനും വിജയിച്ചു എന്ന് പറയുള്ളൂ. അപ്പോൾ ഈ സമൂഹത്തിലെ സമയദോഷം, അല്ലെങ്കിൽ വേറൊരാൾ വിജയിച്ചു, അയാൾക്ക് സമയം നന്നായി, ഞാൻ പരാജയപ്പെട്ട എൻ്റെ സമയം ദോഷം കൊണ്ടാണ് എന്നുള്ളത് ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതിനകത്തൊക്കെ ജ്യോതിഷികളെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സമയക്രമം അനുസരിച്ചിട്ടുള്ള ചില വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ പറഞ്ഞേക്കാം. പക്ഷേ ഒരു ജ്യോതിഷിയും നമ്മുടെ തലവര മാറ്റാൻ അവരാരും വിചാരിച്ചാൽ കഴിയില്ല. അല്ലെങ്കിൽ നമുക്ക് ലഭിക്കേണ്ട നമ്മുടെ കഴിവ്, നമ്മുടെ യുണീക്കായിട്ടുള്ളൊരു കപ്പാസിറ്റി നമുക്കറിയാം. പല ആളുകൾക്ക് പലർക്കും ആക്സിഡൻ്റൊക്കെ വന്ന് ചെറുപ്രായത്തിൽ തന്നെ ആക്സിഡൻറ്റ് പറ്റി 2 കൈയും 2 കാലും പോയ ആളുകളെയൊക്കെ കാണേണ്ടി വന്നിട്ടുണ്ട്. അവരും ചില യുണീക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത്, അതുവരെ ചെയ്യാത്ത പ്രവൃത്തി ചെയ്ത് അവർ ജീവിക്കുന്നു. 2 കാലും 1 കൈയും പോയ ഒരാൾ, ജീവിതത്തിൽ പടം വരയ്ക്കാത്ത ഒരാൾ, ഇവിടെ നടന്ന പണ്ട് ഒരു ഫംഗ്ഷൻ ഞാൻ കണ്ടു. അദ്ദേഹം ഇടത്തെ കൈ കൊണ്ട്, അദ്ദേഹം ചിത്രകാരനേ ആയിരുന്നില്ല, ഇടത്തെ കൈ കൊണ്ട് പടം വരച്ച് അദ്ദേഹം വിൽക്കുകയാണ്. അദ്ദേഹം എങ്ങനെ ഒരു പെയിൻറ്റിങ് ആർട്ടിസ്റ്റായി എന്ന് അദ്ദേഹത്തിന് നിശ്ചയില്ല. അപ്പോൾ ചില യുണീക്ക് കപ്പാസിറ്റീസ് ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. ചിലത് ഇല്ലാതെ ആകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് നമ്മൾ ജീവിക്കും. വേറൊരാളെ നമ്മൾ ഭത്സിക്കാനല്ല നമ്മൾ എടുക്കേണ്ടത്, അയാളുടെ നല്ല കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ. ഈ ചുറ്റും നന്നായി വരുന്നവരുടെ നല്ല കാര്യങ്ങൾ എടുക്കുക, മോശമായി പറയുന്നവരുടെ മോശം കാര്യങ്ങൾ എടുക്കുക. കാരണം വേറൊന്നുണ്ട്, ആ മോശം കാര്യങ്ങൾ നമുക്ക് എടുക്കേണ്ടതല്ല, അത് നമ്മൾ ജീവിതത്തിൽ തൊടാതിരിക്കാൻ ശ്രമിക്കുക. നല്ല ആളുകളുടെയും മോശം കാര്യങ്ങൾ നമ്മൾ എടുക്കാതിരിക്കുക. അതിൽ നിന്ന് എനിക്ക് യുണീക്കായി തോന്നിയാൻ എടുക്കുക. അതിനുശേഷം ഈശ്വരൻ നമുക്ക് തന്ന ഒരു ബുദ്ധിയുണ്ട്. നമ്മൾ എന്തെടുക്കുമ്പോഴും ആ ബുദ്ധിയിൽ ബാക്കിയുള്ളതിൽ നമ്മളെടുത്ത സംഭവത്തിൽ ഒരു 20% നമ്മുടെ ബുദ്ധിയും യുക്തിയും കൂടെ ചേർത്ത് അത് എൻ്റേതാക്കി മാറ്റുക. ഓരോ കാഴ്ചപ്പാടുകളും ആ കാഴ്ചപ്പാടുകൾ എൻ്റേതാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഇത്തരത്തിലുള്ള ദോഷങ്ങൾ നമുക്ക് വരില്ല. വന്നാലും അത് നമുക്ക് തന്നെ റിപ്പയർ ചെയ്ത് മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പലരിലും കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് പറയാൻ കഴിയുക. ഈ സമയദോഷമായിട്ട് ബന്ധപ്പെട്ട് ആണ് ഒരു സുഹൃത്തിൻ്റെ അനുഭവമാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ, അപ്പം അദ്ദേഹത്തിന് ഒരു ജോലി ഉണ്ടായിരുന്നു, ആ ജോലി പോയി. അപ്പോൾ പുള്ളി എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു 1 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് പുള്ളി മൊബൈൽ ഫുഡ് കോർട്ട് ഉണ്ടല്ലോ അത് സെറ്റ് ചെയ്തു. ഒരിടത്ത് തിരക്ക്, അവിടെ മൊബൈൽ ഫുഡ് കോർട്ടൊന്നും ഇല്ല, വേറെ തട്ടുകട പോലും ഇല്ല. ഒരു സ്ഥലം സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ പുള്ളി ഈ വണ്ടി കൊണ്ടിടുകയും നല്ല കച്ചവടം, ഒരു 10-15 ദിവസം നല്ല കച്ചവടം. ആ പുള്ളി ആ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ളൊരു ആശ്വാസം സന്തോഷത്തോടെ പോകുമ്പോൾ അടുത്ത ദിവസം അവിടെ വേറെ 3 വണ്ടികളിലൂടെ വരികയാണ്. 3 മൊബൈൽ ഫുഡ് കോർട്ടിലൂടെ വന്നു. സ്വാഭാവികമായിട്ട് കച്ചവടം കുറഞ്ഞു, നഷ്ടത്തിലായി. 1 മാസം അയാൾക്കിത് പൂട്ടേണ്ടി വന്നു, ഈ ലോൺ അടക്കമുള്ള. അപ്പോൾ അയാൾ പറഞ്ഞു, ഈ കഷ്ടകാലം പിടിച്ചവൻ തലമുട്ടടിക്കുമ്പോൾ കല്ലുമഴ പെയ്യുമെന്ന് പറയുന്നത് പോലെയാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞിട്ട് പുള്ളി വിഷമിക്കുന്ന ഒരു അനുഭവം എനിക്ക് ഓർമ്മ വരികയാണ്. 1 മാസം കഴിഞ്ഞ് നന്നായി പോയപ്പോൾ 2 കട വന്നു. 2 കട വന്ന് അവരെ കണ്ടപ്പോഴേ ഇദ്ദേഹത്തിന് ഭയമായി. ആ ഭയമായപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധ എങ്ങോട്ടാണ് മാറിയത്? ഇദ്ദേഹത്തിൻ്റെ കടയിലേക്ക് പകരം ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പൂർണ്ണമായിട്ടും അപ്പുറയും ഇപ്പുറയുമുള്ള കടയിലേക്ക് മാറി. അവിടെ എന്താണ് ഉണ്ടാകുന്നത്, അവരെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മാത്രമായി ചിന്ത. സ്വന്തം കടയിൽ വരുന്ന കസ്റ്റമേഴ്സിന് ഇദ്ദേഹത്തിന് ശ്രദ്ധിക്കാൻ സമയമുണ്ടായിരുന്നില്ല. സ്വന്തം വരുന്ന കസ്റ്റമേഴ്സ് എല്ലാ കാലവും ഇവിടെ ഉണ്ടാകുമെന്ന് അദ്ദേഹം വിചാരിച്ചു. എന്നിട്ട് അപ്പുറത്തെ കടയിൽ വരുന്ന കസ്റ്റമേഴ്സിലേക്ക് ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പൂർണ്ണമായും മാറി. സ്വന്തം കയ്യിലുള്ള കാര്യത്തിലേക്ക് അപ്പുറം ഇപ്പുറയും നടന്നപ്പോൾ ഇവർ വന്നാൽ എനിക്ക് കുഴപ്പമില്ല, എൻ്റെ അടുത്തേക്ക് വരുന്നവർ അവരാണ് എനിക്ക് ഏറ്റവും വാല്യൂ ഉണ്ട് എന്ന് വിചാരിച്ച് ആ കസ്റ്റമറെ ശ്രദ്ധിക്കാൻ ഒരുപക്ഷെ ഇദ്ദേഹത്തിന് അന്ന് കഴിഞ്ഞു എന്ന് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ഥിരമായിട്ട് അവിടെ വന്നുകൊണ്ടിരുന്ന ആളുകൾക്ക് ശ്രദ്ധ കിട്ടാതായപ്പോൾ ഇതിലേക്കായാലും ബെസ്റ്റ് അപ്പുറം കിട്ടും, ഞാൻ എന്തിനും ഇവിടെ വരണം എന്ന തോന്നൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം എന്തായിരുന്നു വേണ്ടിയിരുന്നത്? നമ്മൾ ചുറ്റും വരുന്നതിനെ ഭയക്കല്ല വേണ്ടത്, എൻ്റെ യുണീക്ക് കപ്പാസിറ്റിയെ ഞാൻ ബഹുമാനിക്കുകയാണ് വേണ്ടത്. അപ്പുറയുള്ളവർ ഇപ്പുറയുള്ളവരും ഇതൊക്കെ ചെയ്യുന്നു. ഇവിടെ വന്നവർ ഒരു ദിവസം അപ്പുറേക്ക് പോയി, അവരവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് വരുത്താൻ വേണ്ടി നമുക്ക് അതിലും നല്ല ഉൽപ്പന്നം നമുക്ക് എങ്ങനെ കൊടുക്കാൻ കഴിയും എന്ന് നമ്മൾ അവിടുന്ന് ചിന്തിക്കണം. ഇനി എന്നിട്ടും നിവൃത്തിയില്ല, പലവട്ടം നോക്കി, ഞാൻ ആ കട ഉപേക്ഷിക്കണം,
അത് എനിക്ക് കൃത്യമായി ചെയ്യാൻ കഴിയുന്ന ഒരു ഏരിയ ആണെങ്കിൽ, എനിക്ക് അവിടെ നിന്ന് ഇത് ഉന്തിക്കൊണ്ട് പോകാവുന്ന ഒരു വണ്ടിയാണെങ്കിൽ അടുത്തൊരു സ്ഥലം കണ്ടുപിടിക്കാൻ ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? കാരണം നഷ്ടപ്പെട്ട ഇദ്ദേഹത്തിന് ശരിക്കും ബിസിനസ്സല്ല, ഇദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമാണ്. ഇദ്ദേഹം തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന വിശ്വാസം ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. മറ്റുള്ളവർ വിശ്വാസത്തോടെ വന്നവരെല്ലാം വിജയിച്ചു, ഇദ്ദേഹത്തിന് വിശ്വാസം നഷ്ടപ്പെട്ടു, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ നമുക്ക് നഷ്ടമാവുന്നതും നമ്മുടെ സമയദോഷം കൊണ്ടല്ല, നമ്മുടെ ആത്മവിശ്വാസം കൊണ്ടാണ്. നമുക്ക് നേടാൻ കഴിയുമെന്ന ഉറപ്പ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ ലോകത്ത് അവസരങ്ങൾക്ക് യാതൊരു ക്ഷാമവുമില്ല. ഈ ലോകത്ത് വേറെ ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് നമുക്കും ചെയ്യാൻ കഴിയാത്തതല്ല. പക്ഷേ അത് പഠിക്കണം. അത് അതേപടി ചെയ്യാൻ നമ്മളെ കൊണ്ട് ഒരിക്കലും കഴിയില്ല. അതിന് നമ്മുടേതായിട്ടുള്ള യുണീക്ക് വേ ഉണ്ട്. നമ്മുടെ യുണീക്ക് വേ എന്താണെന്ന് പഠിക്കാനും കണ്ടുപിടിക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചാൽ മാറ്റങ്ങൾ സുനിശ്ചിതമാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.